ലോകത്തിൽ ഞങ്ങൾക്കുള്ളതെല്ലാം നഷ്ടമാകിലും ലോകക്കാർ നിത്യം ദൂഷിച്ചിടിലും പൊന്നേശുവേ. ലോകക്കാർ നിത്യം ദൂഷിച്ചിടിലും പൊന്നേശുവേ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നിത്യജീവമൊഴികൾ നിന്നിലുണ്ടു പരനേ. നിന്നെ വിട്ടിട്ടടിയങ്ങൾ എങ്ങു പോയി വസിക്കും. നിന്നെ വിട്ടിട്ടടിയങ്ങൾ എങ്ങു പോയി വസിക്കും. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥ, സ്വർഗീയ പിതാവേ, അതിമനോഹരമായ നല്ല സമയത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്പസമയം ഉറങ്ങിയുണരുവാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. ഈ നല്ല വിശുദ്ധ ദിവസം കർത്താവിനെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ ഒരുക്കി തന്നല്ലോ, ദാനമായി തന്നല്ലോ. നന്ദി പിതാവേ, നന്ദി നന്ദി അപ്പാ. ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് പകൽക്കാലം എൻ്റെ കർത്താവിനെ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും സഹായിക്കുമാറാകണം. ആവശ്യമാർന്ന സന്തോഷം, സമാധാനം, ആരോഗ്യം, ബലം, ഭക്ഷണം, വസ്ത്രമെല്ലാം അവിടുത്തെ പക്കല ദാനമായി തന്ന് ഞങ്ങളെല്ലാം സൂക്ഷിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച് പ്രിയ മക്കളെ സമർപ്പിക്കട്ടെ. ഈ പ്രാർത്ഥന ശബ്ദം ശ്രവിക്കുന്ന എല്ലാ മക്കളെയും ഏൽപ്പിക്കട്ടെ. എല്ലാവരെയും കൂട്ടമായ കുടുംബമായ ആളാമ്പതി വ്യക്തികളായി പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്നു. നാഥാ, ഞങ്ങളെ അവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വരെ അത്ഭുതം അതിശയമായി ഞങ്ങളെ നടത്തിയതാ. ഞങ്ങളുടെ ആവശ്യം ആഗ്രഹം മാനിച്ചതാ. ഞങ്ങളുടെ കണ്ണുനീരിനെ തുടച്ച ദൈവമാ. ഞങ്ങളെ ഉള്ളതുപോലെ കണ്ടറിഞ്ഞ് ചെയ്ത് സഹായിച്ച ദൈവമാകിയാൽ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്ന കർത്താവ്. വീണ്ടും സമസ്ത ഭാരങ്ങളുമായി കടന്നു വരുന്നു. അപ്പം ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളി ദാനമായി തന്ന ആണും പെണ്ണുമായ കുഞ്ഞുങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ ജോലി, അവരുടെ കുടുംബജീവിതം, അപ്പോൾ തന്നിരിക്കുന്ന കൊച്ചു തലമുറകൾ, ഞങ്ങൾ പാർക്കുന്ന ഭവനം, ഞങ്ങളായിരിക്കുന്ന ദേശം, കർത്താവേ, ഹല്ലേലൂയ, എല്ലാം നന്ദിയോടെ സ്തോത്രത്തോടെ അപ്പൻ്റെ പാദപീഠത്തിൽ സമർപ്പിക്കട്ടെ. സകലതും അവിടുത്തെ ദാനം, അപ്പോൾ അവിടുത്തെ കൃപയാ കർത്താവേ. നന്ദി നന്ദി കർത്താവേ, നന്ദി. ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ കാത്തുകൊള്ളണമേ. വിദ്യാഭ്യാസത്തെ മാനിക്കണമേ. ശത്രു അവരെ കാണല്ലേ. ദുഷ്ടപിശാച് തുടരുതേ. അന്ധകാരത്തിനെ ഒന്നും കടന്നു വരരുതേ. അരുതാർത്ഥത്തിലൊന്നും അകപ്പെട്ടുവാൻ അനുവദിക്കരുതേ. കർത്താവ്, ഞങ്ങളുടെ കണ്ണു നനയുവാൻ സമ്മതിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്ന കുഞ്ഞുങ്ങളായി തീരണം. നന്നായി പഠിക്കണം. നല്ല ഭാവിയിൽ എത്തിച്ചേരണം. സ്വർഗ്ഗം അവരെ സഹായിക്കണമേ. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഞങ്ങളുടെ ഓരോ മക്കളെയും ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക കർത്താവേ. പല ഹല്ലേലൂയ കർത്താവേ, കോഴ്സുകളുടെ കർത്താവേ പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഡേറ്റ് എടുത്തിട്ടൊക്കെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അപ്പൻ്റെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ചു തരിക. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നന്നായി പഠിക്കണം, നന്നായി പരീക്ഷ എഴുതണം, നല്ല മാർക്കോടെ പാസ്സാകണം. അവരുടെ ആഗ്രഹിച്ച സ്ഥാനത്ത് അവരെ കൊണ്ടുവന്ന് എത്തിക്കുമാറാകണം. എൻ്റെ അപ്പനവരുടെ ഭാവി ഏറ്റവും അനുഗ്രഹപ്രദമാക്കി തീർക്കും. പ്രാർത്ഥനയോടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ മുന്നേറിട്ട് കർത്താവെ, കർത്താവിനെ അറിഞ്ഞവർ ജീവിക്കട്ടെ. വിശ്വാസം വർദ്ധിക്കട്ടെ. നന്മകളും അനുഗ്രഹങ്ങളും കർത്താവിൽ നിന്ന് ചോദിച്ച് വാങ്ങിക്കട്ടെ. അതിനായിട്ട് അവരെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആമേൻ. അവരുടെ അനുഗ്രഹത്തെ തടയുന്ന ഹല്ലേലൂയ, അവരുടെ ബുദ്ധിയെ തടയുന്ന, അവരുടെ ആരോഗ്യത്തെ ക്ഷയിപ്പിക്കുന്ന, അവരോട് പോരാടി നിൽക്കുന്ന ഹല്ലേലൂയ കർത്താവെ, എല്ലാ ദുഷ്ടപോരുകളെയും സ്വർഗം ശാസിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉത്സാഹത്തോടെ സന്തോഷത്തോടെ ഏറിയ ദൈവകൃപയോടെ വചനത്തിലും ആത്മാവിലും നിറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നല്ല ഭാവിയിൽ എത്തുവാൻ സ്വർഗം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുക. ശത്രു കാണാതെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം മറയ്ക്കണമേ കർത്താവ്. അപ്പോൾ ഈ സമയം കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ കാത്തുകൊള്ളണേ. സന്തോഷത്തോടെ ജീവിപ്പാൻ ഇടയാക്കണം. അപ്പോൾ ഞങ്ങളുടെ കൊച്ചു തലമുറകളൊക്കെ അനുഗ്രഹിച്ചു തരണേ. അപ്പോൾ ദൈവകൃപയിലും വളരുവാൻ സഹായിക്കണമേ. ജോലി ചെയ്യുന്ന മക്കളെ ആരോഗ്യത്തിലും സമാധാനത്തിലും സൂക്ഷിച്ചു കൊള്ളണമേ കർത്താവെ. എല്ലാ നന്മകളും കൊടുത്ത് നിറച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്ന സ്വർഗ്ഗവർക്ക് വഴിവാതിൽ തുറന്നു കൊടുക്കുന്നവർക്ക് നന്ദി പറയുന്നു. കുടുംബജീവിതം ആഗ്രഹിച്ച് കൊതിയോടിരിക്കുന്ന കുഞ്ഞുങ്ങളെ സഹായിക്കണേ. തക്ക തുണയൊരുക്കിയവരുടെ വിവാഹം നടക്കുവാൻ സഹായിക്കണമേ കർത്താവെ. പ്രാർത്ഥനയെ ചോദിച്ച മാതാപിതാക്കൾ അപ്പോൾ അവരുടെ സങ്കടത്തിൽ നിന്ന് വിടുതൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുടെ നല്ല ഭാവിയും ജീവിതവും കണ്ട് സന്തോഷിപ്പാൻ അവർക്ക് ഭാഗ്യം കൊടുത്താട്ട് കർത്താവെ. കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനമില്ലാതെ വേദനിക്കുന്ന ജീവിതങ്ങളുണ്ട് കർത്താവെ. തൃക്കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കണമേ. ഛിന്നഭിന്നമായി പോകാൻ സമ്മതിക്കരുതേ. സന്തോഷത്തോടെ ജീവിപ്പാൻ അവസരം ഒരുക്കണേ കർത്താവെ. ക്ഷമിപ്പാനോ വഹിപ്പാനോ അല്ലെങ്കിൽ കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തിൻ്റെ ആത്മാവിനെ പകരണമേ കർത്താവെ.
അവിടുന്ന് സഹായിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ സമയം ഭവനമില്ലാത്ത മക്കളെ സമർപ്പിക്കുന്നു. പണിതുകൊണ്ടിരിക്കുന്ന മക്കളെ ഓർക്കുന്നു. എൻ്റെ കർത്താവ് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്നെല്ലാം നൽകി ഒരുക്കി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, കടഭാരമുള്ള മക്കളെ സമർപ്പിക്കട്ടെ നാഥ. സകല ബുദ്ധിമുട്ടും പൂർണ്ണമായും ക്രിസ്തുയേശുവിൽ തീർത്തു തരാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ കടഭാരത്തിൽ നിന്നവരെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ജപ്തിയുടെ വക്കിലായിരിക്കുന്ന ജീവിതമുണ്ട്, കരുണ കാണിക്കണേപ്പ. വസ്തു വിറ്റിട്ട് കടം തീർക്കുവാനാപ്പ നീ അവർക്ക് വേണ്ടി പദ്ധതി ഒരുക്കണമേ, അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ വെച്ച പ്രിയ മക്കളുണ്ടപ്പ. ശാരീരികമായ അസ്വസ്ഥതയിൽ കൂടി കടന്നു പോകുന്ന ജീവിതമുണ്ട്. കുഞ്ഞുങ്ങളും പ്രിയപ്പെട്ടവളുമായി ഭാരപ്പെടുന്നവരുണ്ട്. ഒന്നിനും നിവൃത്തിയില്ലാതെ സങ്കടത്തോടെ കഴിയുന്ന ജീവിതത്തോട് കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഹായിപ്പാൻ നിൻ്റെ ദൂതനെ ഇറക്കണമേ കർത്താവേ. സകല ബുദ്ധിമുട്ടും പൂർണ്ണമായും തീർത്തു കൊടുത്താട്ടപ്പ. അവിടുന്ന് സഹായിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യത്തെ ദാനം ചെയ്യണമെന്ന് അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമായ കർത്താവേ, ഈ സമയം പുതുവയസ്സിൽ പ്രവേശിച്ച് ഞങ്ങളുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിൽ പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. പുതു നന്മകളും അനുഗ്രഹങ്ങളും കൊടുത്തവരെ സമാധാനത്തോടെ കാത്തുകൊള്ളണമേ കർത്താവേ. സമയം മദ്യത്തിലും മയക്കുമരുന്നിലും കഴിയുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. നാഥാ, മാനസാന്തരത്തിനായി ഞങ്ങളങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ വിടുവിക്കണമേപ്പാ. സമാധാനമില്ലാതെ കരയുന്നതിൻ്റെ കുഞ്ഞുങ്ങളോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകം മാതാപിതാക്കൾ കരയുന്നവർ, സഹോദരിമാർ കരയുന്നവരുണ്ട് കർത്താവേ. മനസ്സലിവ് കാണിക്കണമേ എന്നടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ ഞങ്ങളുടെ അനാഥരെ വിധവകളെ സമർപ്പിക്കുന്നു കർത്താവേ. നീ സംരക്ഷിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളെയൊക്കെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യാശയോടെ നിൻ്റെ കുഞ്ഞുങ്ങൾ ജീവിപ്പാൻ സ്വർഗമിടയാക്കിക്കൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ സമയം ഞങ്ങളുടെ ഉപജീവനമാർഗത്തെ എല്ലാം തൃക്കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നാഥാ, ഞങ്ങളുടെ ഉപജീവനമാർഗം വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഒന്നിനും കുറവ് കൂടാതെ സ്വർഗം ദിനംതോറും വേണ്ടുന്നത് പോഷിപ്പിച്ച് നൽകണമേ കർത്താവേ. ബിസിനസ് ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കണമേ. കഷ്ടനഷ്ടം കൂടാതെ എൻ്റെ മക്കളെ കാത്തുകൊള്ളണമേ. ഞങ്ങൾക്ക് ഇരക്കുവാനാണ് മകളയ്ക്കുവാൻ ശേഷിയില്ല. എന്നാൽ സ്വർഗത്തിലെ അവൻ ഓരോ നിമിഷവും വേണ്ടത് നൽകി ഒരുക്കി തൃപ്തിയോടെ ജീവിപ്പാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ദൂരത്തും ചാരത്തുമായിരിക്കുന്ന ഞങ്ങളുടെ ഓരോ വ്യക്തി ജീവിതങ്ങളെയും ഏൽപ്പിക്കുക. എൻ്റെ ദൈവം എല്ലാവരെയും സംരക്ഷിക്കണമേപ്പാ. മാതാപിതാക്കളില്ലാത്ത കുഞ്ഞുങ്ങളൊക്കെ വിദൂരത്തിൽ ജോലിക്കായിട്ട് കടന്നു പോയിരിക്കുന്നവരുണ്ട്. പഠനത്തിനായി കടന്നു പോയിരിക്കുന്നവരുണ്ട്. എൻ്റെ സ്വർഗമേ, മാതാപിതാക്കളില്ലാത്ത സ്ഥാനത്തൊക്കെ സ്വർഗത്തിലെ അപ്പച്ചനർക്ക് കൂട്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ആവശ്യങ്ങളും എല്ലാ ആഗ്രഹങ്ങളും ഓരോ കുഞ്ഞുങ്ങളെയും സഹായിക്കണേപ്പാ. വിദേശ രാജ്യങ്ങളിൽ കടന്നു പോകാൻ ആഗ്രഹിച്ച് കൊതിയോണ്ടിരിക്കുന്ന മക്കളുണ്ട്. സ്വർഗം വഴി തുറക്കണമേ, തടസ്സം മുടക്കം മാറ്റണമേ, എല്ലാം അത്ഭുതമായി ചെയ്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പഠിക്കുന്ന ഓരോ മക്കളെയും പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ സമയം സുവിശേഷ വേലകളെയും വേലക്കാരെയും ഓർക്കുന്നു. ഭരണകൂടങ്ങളെ ഓർക്കുന്നു. ഭരണകർത്താക്കളെ സമർപ്പിക്കുന്നു. വിശ്വസ്തരായ ദൈവകൃപ നിറഞ്ഞവരായ എല്ലാ കാര്യം ചെതിർപ്പാൻ ഓരോ മക്കളെയും സഹായിച്ചാട്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ രോഗികളെ എല്ലാ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. രോഗിക്ക് വൈദ്യന രോഗം നീക്കുന്ന മരുന്ന സൗഖ്യദായകനെ ഓരോ മക്കളെയും തൊട്ട് സുഖപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആശുപത്രി മുറിക്കുള്ളിലായിരിക്കുന്നവർ, ഭവനത്തിൽ കിടക്കയിലായിരിക്കുന്നവർ, വീൽ ചെയറിലായിരിക്കുന്നവരെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ ഓരോരുത്തരെ അറിയുന്ന ദൈവമാകിയാൽ സ്തോത്രം. അതിവേദനകളിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളുടെ മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് കിടക്കുന്നവരുണ്ട്. എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യാശയാൽ ഓരോ മക്കളെയും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ രോഗികളെ, കിഡ്നി രോഗികളെ, ഹാർട്ടിൽ ലിവറിനും കുഴപ്പമുള്ളവരെ, തലയ്ക്കകത്ത് വേദനയാൽ ഭാരമുള്ളവരെ, ഉദരസംബന്ധമായ രോഗമുള്ളവരെ, ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവരെ, ഓപ്പറേഷനായി തയ്യാറെടുക്കുന്ന മക്കളെയൊക്കെ സമർപ്പിക്കുന്നു. മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയുമുള്ളവരെ, കൈകാൽക്ക് ചലനമില്ലാത്തവർ കർത്താവേ അപ്പൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക. യൂറിക് ആസിഡും ക്രിയാറ്റിനുമുള്ളവർ ദൈവമായ കർത്താവേ, ഈ സമയം ഹാലിൽ കാഴ്ചയും കേൾവിയും ഓർമ്മയും ഇല്ലാത്ത മക്കൾ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, ഉണങ്ങാത്ത വ്രണവുമായിരിക്കുന്ന പ്രിയപ്പെട്ടവർ അപ്പൻ്റെ കരങ്ങളിൽ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നാഥാ, അങ്ങ് തൊടണമേ, അങ്ങ് തൊട്ട് സൗഖ്യപ്പെടുത്തണമേ. ഗിലിയാദിലെ സുഗന്ധക്കൊഴുമ്പുമായി കടന്നു വരണം. ഉച്ച മുതൽ പാദം വരെ തലോടുമാറാകണം. എല്ലാ വിടുതലും ആശ്വാസവും നൽകുമാറാകണം. കരയുന്ന തൻ്റെ കുഞ്ഞുങ്ങളുടെ കണ്ണുനീരിനെ തുടയ്ക്കുമാറാകണം. നടിയൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അപ്പൻ്റെ പാദപീഠത്തിൽ സൗഖ്യമുണ്ടല്ലോ, സമാധാനമുണ്ടല്ലോ, ദൈവകൃപയുണ്ടല്ലോപ്പാ. നീ വാരിപത്രി ദാനം ചെയ്യാൻ മനസ്സലിവുള്ള ദൈവമാകിയാൽ സൗഖ്യം അയക്കണമേ നടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സമാധാനം അയക്കണമേ നടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹാലിലെ മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവരുണ്ടപ്പാ. എൻ്റെ മക്കളുടെ മേൽ സൗഖ്യം അയക്കണമേ, സമാധാനം അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
അങ്ങനെ ഞങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായ നന്മ തന്ന് ഞങ്ങളെ സഹായിപ്പാൻ മനസ്സലിവും കരുണയുമുള്ള അപ്പൻ്റെ പാദപീഠത്തിലായിരുന്നു പ്രാർത്ഥിക്കുന്നത്. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന കർത്താവ, കണ്ണുനീരിൻ്റെ മുൻപിൽ നിൽക്കുന്ന ദൈവമാ, അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും വിടുതൽ പ്രാപിക്കാതെ പോയിട്ടില്ല. ഞങ്ങളുടെ രോഗികളെ തൊട്ട് സുഖപ്പെടുത്തുമാറാകണമെന്ന് അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്, അവരുടെ അവസ്ഥകളെ അറിഞ്ഞ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉറക്കമില്ലാത്ത ജീവിതങ്ങളെ സമർപ്പിക്കുന്നു കർത്താവെ. നല്ല ഉറക്കവും ആശ്വാസവും അപ്പച്ചൻ കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ എല്ലാ പ്രാർത്ഥന അഭിഷേകത്തെയും അപ്പൻ്റെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. നന്മയും അനുഗ്രഹം തന്ന് നിങ്ങളെ സഹായിക്കണം, സൗഖ്യത്തോടെ സൂക്ഷിക്കണം പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.